ജിയോളജി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നാം എല്ലാവരും കണ്ടറിഞ്ഞതും ചിലരൊക്കെ അനുഭവിച്ചറിഞ്ഞതുമായ ദുരന്തം ഒന്നുകൂടി നമുക്ക് കണ്ടു നോക്കിയാലോ? എന്തൊക്കെയാണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകതകൾ? ഓർത്തെടുത്ത് നോക്കൂ. 2004 ഡിസംബർ 26. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും സുനാമി നമ്മളെ ആക്രമിച്ച ദിവസം. അതുവരെ നമുക്കറിയില്ലായിരുന്നു എന്താണ് സുനാമി എന്ന്. വായിച്ചും കേട്ടും അറിഞ്ഞ അനുഭവങ്ങളല്ലാതെ നേരിട്ട് കണ്ടറിയുകയാണ് നാം 2004 26 സംഭവിച്ച സമയത്ത്. നവംബർ 2017 ഓഖി കൊടുങ്കാറ്റ് പ്രതീക്ഷിക്കാതെ നമ്മളിലെത്തിയത് അന്നാണ്. അധികം മുൻകരുതലുകളൊന്നും നാം എടുത്തിരുന്നില്ല. ദെൻ 2018 ഓഗസ്റ്റ് 16 നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഫ്ലഡ് നമ്മളെ ആക്രമിക്കുകയും പക്ഷേ നാം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി. ദെൻ വീണ്ടും 2019 ഓഗസ്റ്റ് 8 വീണ്ടും ഒരു വെള്ളപ്പൊക്കം നമ്മെ ബാധിക്കുകയും ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ അത് നമ്മെ എന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുമായിരുന്നു. മനുഷ്യൻ സമൂഹജീവിയായി മാറിയ അന്നു മുതൽ, വിഭവങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയത് മുതൽ പ്രകൃതിക്ഷോഭങ്ങൾ നമ്മോടൊപ്പമുണ്ട്. ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചും അവ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുമാണ് നാം ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ജിയോളജിക്കൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഭൗമ ദുരന്തങ്ങളും ദുരന്ത നിവാരണവും. ഈ ചാപ്റ്ററിൽ നമുക്ക് ഇവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവ നമ്മൾ കേട്ടതാണ്, ഈ വാക്കുകൾ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ അവയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചിട്ടില്ല. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹസാർഡ്സ്. Hazard is a situation that poses a level of threat to life, health, property or services, socio-economic disruption or environmental damage. ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹിക സാമ്പത്തിക മേഖലകൾക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തെയാണ് നാം ഹസാർഡ് എന്ന് പൊതുവായി പറയാം. ഹസാർഡ് മീൻസ് വിപത്ത്. വിപത്ത് എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളുടെ ആരോഗ്യത്തിനും അവയുടെ വസ്തുവകകൾക്കും സേവനത്തിനും പരിസ്ഥിതിക്കുമൊക്കെ ഉണ്ടാകുന്ന ഭീഷണി ഉയർത്തുന്ന സാഹചര്യം. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ വരാൻ പോകുന്നു, അതൊക്കെ നമ്മളെ ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങളാണ്. അതിനെയാണ് നാം വിപത്ത് എന്ന് പറയുന്നത്. വിപത്ത് എപ്പോഴും ദുരന്തമായി മാറണമെന്നില്ല. ചിലപ്പോൾ വിപത്ത് അതുപോലെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അത് ദുരന്തമായി മാറാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് എന്താണ് ഡിസാസ്റ്റർ എന്ന് നോക്കാം. എ സീരിയസ് ഡിസ്റപ്ഷൻ ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഓർ എ സൊസൈറ്റി കോസിങ് വൈഡ് സ്പ്രെഡ് മെറ്റീരിയൽ, economic, social or environmental losses which exceeds the ability of the affected society to cope using its own resources. ജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകളും ലഭ്യമായ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു വിപത്തിനെ നേരിടാൻ സാധിക്കാതെ വരികയും അതുവഴി സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും തൽഫലമായി തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ ക്ഷതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ദുരന്തം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകൾ, ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ ലഭ്യമായ ഒരുപാട് വിഭവങ്ങളുണ്ട്. അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിപത്തിനെ നേരിടാൻ സാധിക്കാതെ വരികയും, അപ്പോൾ നമ്മുടെ കഴിവുകളും വിഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിപത്തിനെ നമുക്ക് നേരിടാൻ സാധിക്കാതെ വരികയും അതുവഴി എന്തൊക്കെ സംഭവിക്കാം?
സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും തൽഫലമായി തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ ക്ഷതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ദുരന്തം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം, വെള്ളപ്പൊക്കം ഒരു ദുരന്തമായിരുന്നു. ഇപ്പോൾ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് COVID-19, കൊറോണ വൈറസ്. നമുക്ക് എന്തൊക്കെയാണ്, നമുക്കൊരുപാട് കഴിവുണ്ട്, ലഭ്യമായ വിഭവങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് പറ്റി, ഒരു വിപത്തിനെ നേരിടാൻ സാധിക്കാതെ വന്നു. പക്ഷേ കംപ്ലീറ്റ് അങ്ങനെയല്ല, കുറച്ചൊക്കെ നമുക്ക് സാധിക്കുകയും ചില സന്ദർഭങ്ങളിൽ സാധിക്കാതെ വരികയും ചെയ്തു. അതുവഴി നമുക്ക് എന്തൊക്കെ സംഭവങ്ങളുണ്ടായി? പെട്ടെന്ന് കൊറോണ വൈറസ് വന്നു, ലോക്ക്ഡൗൺ ആയി. നമുക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായി? സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചു അല്ലേ? തൽഫലമായി എന്തു പറ്റി? ദൈനംദിന ജീവിതത്തിൽ വലിയ ക്ഷതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മൾ ഒരു ഫോഴ്സിൽ അങ്ങനെ പോവുകയായിരുന്നു. ആ ഫോഴ്സിന് ഒരു ബ്രേക്ക് വരികയും അങ്ങനെ നമുക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ സ്ഥിതിവിശേഷത്തിനെയാണ് നാം ദുരന്തം എന്ന് പറയുന്നത്. വെള്ളപ്പൊക്കമായാലും ലാൻഡ് സ്ലൈഡ് ആയാലും എർത്തുക്വിക്ക് ആയാലും ഒക്കെ സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ നിത്യജീവിതത്തെ അത് ബാധിക്കും. അതിന് നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ എന്ന് പറയാം. അപ്പോൾ ആദ്യം ഹസാർഡ് പറഞ്ഞു, അടുത്തത് ഡിസാസ്റ്റർ. ഒരു ദുരന്തത്തിന് പ്രേരകമായി പ്രവർത്തിക്കുന്നതാണ് ഹസാർഡ്, അതിൻ്റെ എഫക്റ്റാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഹസാർഡ് എപ്പോഴും ഡിസാസ്റ്റർ ആവണമെന്നില്ല, പക്ഷേ ഹസാർഡ് ചില സന്ദർഭങ്ങളിൽ ഡിസാസ്റ്ററായി മാറുകയും ചെയ്യാം. ദെൻ എമർജൻസി, അത്യാഹിതം, എല്ലാവരും കേട്ട് കാണും അല്ലേ? എമർജൻസി ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ കമ്മ്യൂണിറ്റി ഈസ് capable of coping. A disaster is a situation in which the community is incapable of coping. അത്യാഹിതം എന്ന് പറയുന്നത് ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കുന്നുവെങ്കിൽ ആ സാഹചര്യത്തെ അത്യാഹിതം എന്ന് പറയും. ഒരു ഡിസാസ്റ്റർ എന്തായിരിക്കും? എന്നാൽ ഒരു വിപത്തിനെ ഫലപ്രദമായി നേരിടാൻ ഒരു ജനതയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിനെ നാം ദുരന്തം എന്ന് വിളിക്കാം. അപ്പോൾ എമർജൻസി, അത്യാഹിതത്തിൽ നമുക്ക് ആ വിപത്തിനെ ഫലപ്രദമായി പരിഹരിച്ചു കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഡിസാസ്റ്റർ ആയാലോ അതിനെ പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനെയാണ് നാം ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് എമർജൻസിയും ഡിസാസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഹസാർഡ് പറഞ്ഞു, ഹസാർഡ് അതിൻ്റെ ആദ്യത്തെ തുടക്കമാണ്, പിന്നെ അതിൻ്റെ എഫക്റ്റായിട്ട് വരുന്നതാണ് ഡിസാസ്റ്റർ. ദെൻ ഹസാർഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. നാച്ചുറൽ ഹസാർഡ് ആൻഡ് മാൻമെയ്ഡ് ഹസാർഡ്. മാൻമെയ്ഡ് ഹസാർഡ് മനുഷ്യപ്രവർത്തനങ്ങളിലുണ്ടാകുന്ന ഹസാർഡ് എന്തൊക്കെയാണ്? പൊല്യൂഷൻ, ലീക്കേജ് ഓഫ് വേസ്റ്റ് വാട്ടർ, ഇവയൊക്കെ തന്നെ എന്താണ്? എക്സ്പ്ലോഷൻ, ഇവയൊക്കെയാണ് മനുഷ്യപ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് ഹസാർഡ്സ് ഉണ്ടാകുന്നുണ്ട്. ദെൻ നാച്ചുറൽ ഹസാർഡ്. നാച്ചുറൽ ഹസാർഡ് എന്താണ്? നാച്ചുറലായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ, പ്രകൃതിപരമായ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന ഹസാർഡാണ് നാച്ചുറൽ ഹസാർഡ്. പക്ഷേ നാച്ചുറൽ ഹസാർഡിന് പ്രധാന കാരണം മാൻമെയ്ഡ് ഹസാർഡ് തന്നെയാണ്. മാൻമെയ്ഡ് ഹസാർഡിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് നാച്ചുറൽ ഹസാർഡ് കൂടുതലായി ഉണ്ടാകുന്നത്. ഫ്ലഡ് നമുക്കറിയാം, പണ്ടൊക്കെ ഫ്ലഡ് കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. കാരണം എന്താണ്? പ്രകൃതിക്കനുസരിച്ചാണ് അവർ ജീവിച്ചിരുന്നത്. ഇപ്പോൾ നാം അങ്ങനെയല്ല. പ്രകൃതിയെ എത്രമാത്രം ചൂഷണം ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ചൂഷണം ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എവിടെയൊക്കെയോ പാറകളുണ്ടെങ്കിൽ അവയെല്ലാം നമുക്ക് വേണം നമ്മുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ. എവിടെയൊക്കെയോ മണലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേണം നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക്. പ്രകൃതിയെ മനസ്സിലാക്കാതെ നാം മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നാച്ചുറൽ ഹസാർഡ് നമ്മെ പിടികൂടുന്നത്. എന്തൊക്കെയാണ് നാച്ചുറൽ ഹസാർഡ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ജിയോളജിക്കൽ ഹസാർഡ്. ഒക്കർ ആസ് എ റിസൾട്ട് ഓഫ് ജിയോളജിക്കൽ പ്രോസസ്. ജിയോളജിക്കൽ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന ഹസാർഡാണ് നാച്ചുറൽ ഹസാർഡ്. എക്സാമ്പിൾ, എർത്തുക്വേക്ക്, ലാൻഡ് സ്ലൈഡ്, വോൾക്കാനോസ്, കോസ്റ്റൽ ഇറോഷൻ, എക്സെട്ര. ദെൻ അറ്റ്മോസ്ഫറിക് ഹസാർഡ്. പ്രോസസ് ഓപ്പറേറ്റിംഗ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മുഖേന ഉണ്ടാകുന്ന ഹസാർഡാണ് അറ്റ്മോസ്ഫറിക് ഹസാർഡ്സ്. മീറ്റിയോറിക് ഇമ്പാക്ഷൻ അതൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ആസ്ട്രോയിഡ്സും അതുപോലെ പിന്നെ കോമറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വരുന്നത് മുഖേന ഉണ്ടാകുന്ന ഹസാർഡാണ് അറ്റ്മോസ്ഫറിക് ഹസാർഡ്. ദെൻ അതർ ടൈപ്പ് ഓഫ് ഹസാർഡ്, ഹസാർഡ്സ് ദാറ്റ് ഡോണ്ട് ഫാൾ ഇൻ ദ എബൌട്ട് ടു ടൈപ്പ്. മുകളിൽ പറഞ്ഞ രണ്ട് വിഭാഗത്തിലും പെടാത്ത ഹസാർഡിനെയാണ് നാം അതർ ടൈപ്പ് ഓഫ് ഹസാർഡ്സ് എന്ന് പറയുന്നത്. ദെൻ റിസ്ക്. മെഷർ ഓഫ് ദ എക്സ്പെക്റ്റഡ് ലോസസ് due to a hazard even occurring in a given area over a specific time period.
റിസ്ക് എന്നാൽ നഷ്ടസാധ്യത. നാം ഹസാർഡ് പറഞ്ഞു, ഹസാർഡ്, ദെൻ ഡിസാസ്റ്റർ ദുരന്തം. ദുരന്തം കഴിഞ്ഞു വരുന്നതാണ് റിസ്ക്. എന്താണ് നഷ്ടസാധ്യത? ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന ദുരന്തത്തെ തുടർന്ന് ആ പ്രദേശത്ത് പ്രതീക്ഷിക്കാവുന്ന നാശനഷ്ടങ്ങളുടെ അളവിനെയാണ് നഷ്ടസാധ്യത എന്ന് അർത്ഥമാക്കുന്നത്. ഒരു പ്രകൃതി ദുരന്തമുണ്ടായി, ആ സമയത്ത് ആ പ്രദേശത്ത് സംഭവിക്കാവുന്ന നാശനഷ്ടങ്ങളുടെ അളവിനെയാണ് നഷ്ടസാധ്യത അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് കൂടുതലുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പം നഷ്ടസാധ്യത, ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രദേശത്ത് പ്രതീക്ഷിക്കാവുന്ന നാശനഷ്ടങ്ങളുടെ അളവിനെയാണ് നാം നഷ്ടസാധ്യത അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത്. ദെൻ വൾനറബിലിറ്റി, the extent to which a community, structure, services or geographic area is likely to be damaged or disrupted by the impact of particular hazard on account of their nature, construction and proximity to hazarded terrains or a disaster prone area. ആഘാത സാധ്യത, അതാണ് വൾനറബിലിറ്റി. ഒരു ദുരന്തത്തെ തുടർന്ന് മനുഷ്യ സമൂഹമോ നിർമ്മിതികളോ സേവനങ്ങളോ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളോ പ്രകൃതിയുടെ പ്രത്യേകതകൾ കൊണ്ടോ നിർമ്മാണത്തിലെ സവിശേഷതകൾ കൊണ്ടോ ദുരന്തബാധിത പ്രദേശങ്ങളുടെ സാമീപ്യത്താലോ പ്രതീക്ഷിക്കാവുന്ന അപായങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും തോത്. ഒരു പ്രദേശത്ത് പ്രകൃതി ദുരന്തങ്ങൾ കൂടുതലായി വരാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ആഘാത സാധ്യത കൂടുതലായിരിക്കും. പ്രക്ഷുബ്ധമായ നദീതീരങ്ങളിലോ ഭൂകമ്പ മേഖലകളിലോ താമസിക്കുന്ന ജനങ്ങൾക്ക് വൾനറബിലിറ്റി കൂടുതലായിരിക്കും. ആഘാത സാധ്യത അതായത് ദുരന്തത്തെ തുടർന്ന് നിർമ്മിതികൾക്കോ സേവനങ്ങൾക്കോ ഭൂമിശാസ്ത്രമായ പ്രദേശങ്ങൾക്കോ വരാൻ പ്രതീക്ഷിക്കുന്ന അപായങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും തോതിനെയാണ് നാം വൾനറബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ കപ്പാസിറ്റി, റിസോഴ്സസ്, മീൻസ് ആൻഡ് സ്ട്രെങ്ത്സ് that exist in household, people and communities and which enable them to cope, withstand, prepare, prevent, mitigate or quickly recover from a disaster. ഒരു ദുരന്തത്തെ നേരിടാനോ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ തരണം ചെയ്യാനോ അതിജീവിക്കാനോ ജനങ്ങൾക്കും സമൂഹത്തിനും ഉള്ള കഴിവുകൾ, വിഭവങ്ങൾ, മാർഗങ്ങൾ എന്നിവയാണ് നാം കാര്യക്ഷമത അല്ലെങ്കിൽ കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു ദുരന്തം നടന്നു കഴിഞ്ഞു, ഇനി ദുരന്തമുണ്ടായി, ഇനി നമുക്കൊന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഇല്ല. ആ ദുരന്തത്തെ നേരിടണം, അതുപോലെ തന്നെ അതിനെ പ്രതിരോധിക്കണം, നമുക്ക് കഴിയുന്ന മാർഗങ്ങളിലൂടെയൊക്കെ പ്രതിരോധിക്കണം, അതിനെ ലഘൂകരിക്കണം, തരണം ചെയ്യണം, അതിജീവിക്കണം. അതിന് ജനങ്ങൾക്കും സമൂഹത്തിനുമുള്ള കഴിവുകൾ, അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് അതുപോലെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ച് മാർഗങ്ങൾ ഉപയോഗിച്ച് എന്നിവ കൊണ്ട് ഈ ദുരന്തത്തെ ജീവിക്കാനുള്ള കഴിവിനെയാണ് നാം കപ്പാസിറ്റി അല്ലെങ്കിൽ കാര്യക്ഷമത എന്ന് പറയുന്നത്. ഫ്ലഡ് വന്നപ്പോഴും നമുക്കറിയാം, നാം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി. ഏത് ഭാഗത്താണോ അത് എഫക്റ്റ് ചെയ്തത്, എഫക്റ്റ് ചെയ്യാത്ത ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ ആ ഭാഗത്തേക്ക് എത്തുകയും അവരെ അതിൽ നിന്ന് കരകയറാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ കൊറോണ വൈറസ് കേരളത്തെയും രാജ്യത്തെയും മൊത്തം വിഴുങ്ങിയപ്പോഴും പക്ഷേ നമ്മളെല്ലാവരും സ്വന്തമായി തന്നെ അതിനെ അതിജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി നേടിയെടുക്കുകയാണ് ചെയ്തത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നാം ഒരുപാട് കേട്ടതാണ് അല്ലേ? ഫ്ലഡ് വന്ന സമയത്തൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നാം കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമാണ്. എന്താണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്? അതെന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡീലിംഗ് വിത്ത് ഓൾ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് ഓഫ് എമർജൻസീസ് ഇൻ പർട്ടിക്കുലർ പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി in order to lessen the impact of disasters. ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്യാഹിത സന്ദർഭങ്ങളിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിയും ദുരന്തവേളയിൽ ഫലപ്രദമായി പ്രതികരിച്ചുകൊണ്ടും ദുരന്ത മേഖലകളെ
യഥാസമയം വീണ്ടെടുത്തുകൊണ്ടും ആഘാതങ്ങളെ ലഘൂകരിക്കാൻ തക്കവണ്ണം നടത്തുന്ന ഫലപ്രദമായ ഇടപെടലുകളാണ് ദുരന്ത നിവാരണം. നാം ഒരുപാട് കേട്ടതാണ് ദുരന്ത നിവാരണം അല്ലേ? ഇങ്ങനെ ഒരു ഡെഫിനിഷൻ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ്? ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ വിഭവങ്ങൾ ലഭിക്കുന്നോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി, ഒരു ദിവസം ഇറങ്ങി പുറപ്പെട്ട് മറ്റൊരു ദിവസം അതിൽ നിന്ന് മാറാൻ പറ്റില്ല. ഉത്തരവാദിത്ത ബോധത്തോടു കൂടി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട്, എന്തിനാണ്? മനുഷ്യനാണ് അവിടെ മുൻഗണന. ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ ഒരു പ്രാധാന്യമില്ല. എല്ലാവരും മനുഷ്യൻ. മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്യാഹിത സന്ദർഭങ്ങളിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിയും, പെട്ടെന്ന് എന്തും സംഭവിക്കാം, അപ്പം എന്തും വന്നാൽ മാനേജ് ചെയ്യാൻ അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയും ദുരന്തവേളയിൽ ഫലപ്രദമായി പ്രതികരിച്ചുകൊണ്ടും, ചിലപ്പോൾ ഫയറായിരിക്കാം, ആ സമയത്തും ഫലപ്രദമായി നമ്മൾ പ്രതികരിച്ചുകൊണ്ടും ദുരന്ത മേഖലകളെ യഥാസമയം വീണ്ടെടുത്തുകൊണ്ടും ആഘാതങ്ങളെ ലഘൂകരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്തുകൊണ്ട് ആ ആഘാതങ്ങളെ ലഘൂകരിക്കാൻ തക്കവണ്ണം നടത്തുന്ന ഫലപ്രദമായ ഇടപെടലുകളാണ് ദുരന്ത നിവാരണം എന്ന് പറയുന്നത്. അതിൽ നമുക്കും പങ്കാളികളാകാം. കാരണം ഞാനും നിങ്ങളും എല്ലാവരും ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗങ്ങളാകേണ്ടതുണ്ട്. അല്ല, അത് കുറച്ച് പേരുടെ ഡ്യൂട്ടിയാണ്, ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇടപെടുക. എന്ത് ദുരന്തങ്ങൾ, ചെറുതോ വലുതുമാകുന്ന എന്ത് ദുരന്തങ്ങളുണ്ടായാലും അതിൽ എല്ലാം തന്നെ നാം ഇടപെട്ട് അതിനെ എല്ലാ വേണ്ട കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇതാണ് ദുരന്ത നിവാരണം അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഫേസസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഘട്ടങ്ങൾ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് 3 ഘട്ടങ്ങളായിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ, പ്രീ ഡിസാസ്റ്റർ ഫേസ്. സെക്കൻഡ്, ഡിസാസ്റ്റർ ഒക്കറൻസ് ഫേസ്. തേർഡ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. പ്രീ ഡിസാസ്റ്റർ ഒക്കറൻസ് ഫേസ്, ദെൻ പോസ്റ്റ്. പ്രീ ഡിസാസ്റ്റർ ഫേസ് മീൻസ് എന്താണ്? പ്രീ, മുമ്പ്, ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടാകുന്നത്, ബിഫോർ എ ഡിസാസ്റ്റർ. ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ എടുത്തിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, അതാണ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് നാൾ മുമ്പ് ഒരു പ്രീ ഡിസാസ്റ്റർ ഫേസ് നമ്മൾ കണ്ടതാണ്, ഓർമ്മയുണ്ടോ? ബുറവി കൊടുങ്കാറ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പും നടത്തി. വന്നു കഴിഞ്ഞ് തയ്യാറെടുപ്പ് നടത്തിയിട്ട് കാര്യമില്ല. അതിനു മുമ്പ് തന്നെ എല്ലാവിധ തയ്യാറെടുപ്പുകൾ, മാറ്റി താമസിപ്പിക്കേണ്ടവരെ മാറ്റി താമസിപ്പിച്ചു, മറ്റ് സൗകര്യങ്ങൾ, നമുക്ക് ഗവൺമെൻറ് ലീവ് കൊടുത്തു, അങ്ങനെയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നാം കണ്ടറിഞ്ഞതാണ്. പലരും അതിനെ പുച്ഛമായി കണ്ടു കാണാം. പക്ഷേ അതാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ അത് ചെയ്തിരിക്കണം. അത് ഡിസാസ്റ്റർ വന്നോ ഇല്ലയോ എന്നല്ല, അതിനു മുമ്പ് വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലോ ഇങ്ങനെ ഒരു ഫേസിലൂടെ കടന്നു പോകും. അതാണ് ബിഫോർ എ ഡിസാസ്റ്റർ. ദെൻ ഡിസാസ്റ്റർ ഒക്കറൻസ് ഫേസ്. ഡ്യൂറിങ് എ ഡിസാസ്റ്റർ. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതാണ് ഒക്കറൻസ് ഫേസ്, ഡിസാസ്റ്റർ ഒക്കറൻസ് ഫേസിൽ ഉൾപ്പെടുന്നത്. ഇപ്പോൾ സുനാമി വന്നത് നാം പ്രതീക്ഷിക്കാതെയാണ്, നമുക്ക് കേട്ടുകേൾവി പോലുമില്ല നമ്മുടെ നാട്ടിലേക്കും സുനാമി വരുമെന്ന്. അത് ഒക്കറൻസ്, അത് നടന്നു കഴിഞ്ഞു. അപ്പോഴെന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്? അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എന്താണ് ചെയ്യുന്നത്. പക്ഷേ അന്നു മുതൽ എന്ത് ചെയ്യും? ഇനി ഒരു സുനാമി വരാൻ സാധ്യത, ചെറിയൊരു സുനാമി വന്നാൽ അല്ലെങ്കിൽ ചെറിയ എർത്തുകേക്ക് വന്നാൽ പോലും നമ്മൾ ഒരു സുനാമിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക, അതിനുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ അത് പ്രീ ഡിസാസ്റ്ററിലേക്ക് പോയി. അതുപോലെ തന്നെ ഫ്ലഡ്. 2018 ഫ്ലഡ് നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് വന്നത്. ഒരു മുൻകരുതലുകളും നമ്മൾ എടുത്തിരുന്നില്ല. പക്ഷേ 2019 ആയപ്പോഴോ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കെയറായി. അതാണ് പ്രീ ഡിസാസ്റ്ററിൽ വീണ്ടും പെട്ടു. പക്ഷേ ആ നടന്ന സമയത്ത്, ഫ്ലഡ് നടന്നത് ഡിസാസ്റ്റർ ഒക്കറൻസ് ഫേസ്. അപ്പോൾ ഡ്യൂറിങ് എ ഡിസാസ്റ്റർ ഫേസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതാണ് ഡ്യൂറിങ് എ ഡിസാസ്റ്റർ ഫേസിൽ ചെയ്തു തീർക്കേണ്ടത്. ദെൻ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ആഫ്റ്റർ എ ഡിസാസ്റ്റർ. ഒരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ദുരന്തമുണ്ടായി, ആ ദുരന്തത്തിന് ശേഷം മനുഷ്യനെ എങ്ങനെ കരകയറ്റാം എന്നുള്ളതാണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ ഉൾപ്പെടുന്നത്. ഇവയൊക്കെയാണ് ഫേസസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡ്യൂറിങ് ഡിസാസ്റ്റർ, ദെൻ പോസ്റ്റ് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ എന്താണെന്ന് നോക്കാം. 4 ഘട്ടങ്ങളിലൂടെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ കടന്നു പോകുന്നത്. സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കണ്ടിന്യൂസ് ആയിട്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കും. 4 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും. 1, പ്രിപ്പറേഷൻ ഓർ പ്രിപ്പയർഡ്നെസ്. 2, റെസ്പോൺസ്. 3, റിക്കവറി. 4, മിറ്റിഗേഷൻ.
preparedness. It refers to those measures that are to be taken up before a disaster event occurs, which are aimed at minimizing loss of life, disruption of critical services, damage when the disaster occurs. Preparation or preparedness, മുന്നൊരുക്കം ഏത് വിഭാഗത്തിൽപ്പെടും? യെസ്, പ്രീ ഡിസാസ്റ്റർ ഫേസിൽ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? ഒരു ദുരന്തത്തെ തുടർന്ന് സംഭവിക്കാവുന്ന ജീവഹാനി കുറയ്ക്കുക, അവശ്യ സേവനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, നാശനഷ്ടങ്ങളുടെ തോത് പരമാവധി കുറയ്ക്കുക എന്നീ ലക്ഷ്യത്തോടു കൂടി ഒരു ദുരന്തത്തിന് മുന്നോടിയായി എടുക്കുന്ന നടപടികളാണ് മുന്നൊരുക്കം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞു, ഡിസാസ്റ്റർ സംഭവിച്ചു, എന്ത് ജീവഹാനി ഉണ്ടാകും, അത് കുറയ്ക്കുക. മാക്സിമം എങ്ങനെ ജീവഹാനി കുറയ്ക്കാൻ നോക്കും, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫ്ലഡ് വന്നു, സുനാമി വന്നു, അപ്പോഴൊക്കെ ജീവഹാനി ഒരുപാടുണ്ടായി. ഇപ്പോൾ കൊറോണ വൈറസ് വന്ന സമയത്ത് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുകയും നമ്മൾ വീടുകളിൽ കഴിയുകയും ചെയ്തതിൻ്റെ ഫലമായി ജീവഹാനി നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അവശ്യ സേവനങ്ങളുടെ ലഭ്യത, എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, പ്രത്യേകിച്ച് മെഡിസിൻ. ദെൻ നാശനഷ്ടങ്ങളുടെ തോത് പരമാവധി കുറയ്ക്കുക, ബിൽഡിങ് അതുപോലെയുള്ള മറ്റ് നാശനഷ്ടങ്ങളൊക്കെ തന്നെ കുറയ്ക്കുക എന്നീ ലക്ഷ്യത്തോടു കൂടി ഒരു ദുരന്തത്തിന് മുന്നോടിയായി എടുക്കുന്ന നടപടികളെയാണ് നാം മുന്നൊരുക്കം അഥവാ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. ആദ്യം നടക്കുന്ന പരിപാടി അതാണ് മുന്നൊരുക്കം. ദെൻ റെസ്പോൺസ്. ഇറ്റ് ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ടേക്കൺ ഡ്യൂറിങ് എ disaster to minimize the losses created by a disaster. It includes public warning system, emergency operations, search and rescue, evacuation, emergency relief, etc. Then recovery. അതിൽ നിന്ന് നമ്മൾ കരകയറി വരുന്നത്. Recoveries are the activities following a disaster. ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്തുണ്ടാകുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണം, അതാണ് റിക്കവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെമ്പററി ഹൗസിംഗ്, പെട്ടെന്ന് ജനങ്ങളെ ഒരു ഭാഗത്തു നിന്ന് മാറ്റുക. ആ പ്രദേശത്ത് ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക. ക്ലെയിംസ് ആൻഡ് ഗ്രാൻസ് കൊടുക്കുക, സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ലോങ് ടേം മെഡിക്കൽ കെയർ, നമ്മൾ അതുപോലെ തന്നെ മെഡിക്കൽ കെയർ കൊടുക്കുക. ദെൻ കൗൺസിലിംഗ്, ഏറ്റവും പ്രധാനമാണ് കൗൺസിലിംഗ്. ജനങ്ങൾ പേടിച്ച് വിരണ്ടിരിക്കുന്ന സമയം, ഇതൊന്നും പ്രശ്നമല്ല, ഇതൊക്കെ നമ്മൾ അതിജീവിക്കും, നമ്മൾ മുന്നോട്ട് പോകും എന്ന് ഉള്ള സമാധാനം കൊടുക്കുന്നത്, അതാണ് കൗൺസിലിംഗ്. ദെൻ മിറ്റിഗേഷൻ, ലഘൂകരണം. ആക്ടിവിറ്റീസ് ദാറ്റ് റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഒരു ഡിസാസ്റ്ററിൻ്റെ എഫക്റ്റ് എങ്ങനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അതിനെയാണ് നാം മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ദുരന്തവേളകൾ ചെയ്യേണ്ടത്? വാട്ടർ മാനേജ്മെൻറ്റ് ഇൻ ഡ്രോട്ട് പ്രോൺ ഏരിയാസ്, വെള്ളം ലഭിക്കാത്ത വരൾച്ചയുള്ള ഭാഗങ്ങളിൽ വാട്ടർ മാനേജ്മെൻറ്റ് നടത്തുക. റീലൊക്കേഷൻ ഓഫ് പീപ്പിൾ എവേ ഫ്രം ദ ഹസാർഡ് പ്രോൺ ഏരിയാസ്. ഒരു പ്രദേശത്ത് ഹസാർഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക. സ്ട്രെങ്തനിങ് ഓഫ് സ്ട്രക്ചേഴ്സ്, അതായത് ബിൽഡിംഗ് ഒക്കെ, പ്രത്യേകിച്ച് സ്കൂൾ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ മറ്റ് ബിൽഡിങ്ങൊക്കെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ, കാര്യക്ഷമത കുറവാണെങ്കിൽ അവ കൂട്ടുക. അതൊക്കെയാണ് അതിൻ്റെ നിവാരണ മാർഗങ്ങൾ. മിറ്റിഗേഷനിൽ ഉൾപ്പെടുന്നത് വാട്ടർ മാനേജ്മെൻറ്റ്, റീലൊക്കേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് സ്ട്രക്ചേഴ്സ്. എഫക്റ്റ് ഓഫ് ഹസാർഡ്സ്. ഹസാർഡിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ്? പ്രൈമറി എഫക്ട്സ്, സെക്കൻഡറി എഫക്ട്സ് ആൻഡ് ടെർഷ്യറി എഫക്ട്സ്. പ്രൈമറി എഫക്ട്സ് occur as a result of the process itself. അതായത് ഒരു ദുരന്തം ഉണ്ടായ ആ സമയത്ത് തന്നെ ഉണ്ടാകുന്ന എഫക്റ്റിനെയാണ് നാം പ്രൈമറി എഫക്റ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഡാമേജ് ഡ്യൂ ടു ഫ്ലഡ് വാട്ടർ കൊണ്ട് നമുക്ക് ഒരുപാട് ഡാമേജസ് ഉണ്ടാകാം. കൊളാപ്സ് ഓഫ് ബിൽഡിങ്സ് ഡ്യൂറിങ് ആൻ എർത്ത്ക്വേക്ക്, ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ ബിൽഡിംഗ് തകരാം. വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം, ലാൻഡ് സ്ലൈഡ്, ഹൂറിക്കെയിൻ എന്നിവയൊക്കെ തന്നെ പ്രൈമറി എഫക്റ്റ്, ഒരു ദുരന്തമുണ്ടായ ആ സമയത്ത് തന്നെ ഉണ്ടാകുന്ന എഫക്റ്റ്. ദെൻ സെക്കൻഡറി എഫക്റ്റ് occur only because a primary effect has caused them. പ്രൈമറി എഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം ഉണ്ടാകുന്ന എഫക്റ്റാണ് സെക്കൻഡറി എഫക്റ്റ്. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന എഫക്റ്റിനെയാണ് സെക്കൻഡറി എഫക്റ്റ് എന്ന് പറയുന്നത്. ഫയർ ഡ്യൂ ടു എർത്ത്ക്വേക്ക്, ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ ഫയർ ഉണ്ടാകാം. ഡിസ്റപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ ആൻഡ് വാട്ടർ സർവീസസ് ഡ്യൂ ടു എർത്ത്ക്വേക്ക്, ഇതൊക്കെയാണ് സെക്കൻഡറി എഫക്റ്റ്. ദെൻ ടെർഷ്യറി എഫക്റ്റ് ആർ ലോങ് ടേം എഫക്റ്റ് that are set
ആസ് എ റിസൾട്ട് ഓഫ് എ പ്രൈമറി ഇവൻറ്റ്. ഈ പ്രൈമറി എഫക്റ്റും സെക്കൻഡറി എഫക്റ്റും ഒക്കെ കൊണ്ടുണ്ടാകുന്ന ലോങ് ടേം എഫക്റ്റിനെയാണ് നാം ടേർഷ്യറി എഫക്റ്റ് എന്ന് പറയുന്നത്. ലോസ് ഓഫ് ഹാബിറ്റേറ്റ് കോസ്ഡ് ബൈ ഫ്ലഡ്, റിവർ ചാനൽ ചേഞ്ചസ്, ക്രോപ്പ് ഫെയിലർ, ഇവയൊക്കെ തന്നെ ടേർഷ്യറി എഫക്റ്റിൽ ഉൾപ്പെടും. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചത് ഒന്നുകൂടി നമുക്ക് ഓർമ്മപ്പെടുത്താം. ഹസാർഡ്സ്, ഡിസാസ്റ്റർ, ഹസാർഡ് ആദ്യം, അതിൻ്റെ എഫക്റ്റായിട്ട് ഡിസാസ്റ്റർ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ എമർജൻസി ആൻഡ് ഡിസാസ്റ്റർ, ദെൻ ടൈപ്പ് ഓഫ് ഹസാർഡ്സ്, നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് man-made hazards, risk, vulnerability, capacity, then disaster management, phases of disaster management, disaster management cycle, അതിലെ വിവിധ ഘട്ടങ്ങൾ, then effect of hazards, primary, secondary, tertiary. നാം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ചെറുതാണെന്ന് വെച്ച് നാം അറിയാതെ പോയ ഹസാർഡ്, ഡിസാസ്റ്റർ എന്നിവ എന്താണെന്ന് നമ്മൾ വിശദമായി പഠിച്ചു. ഇനി കൂടുതൽ കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.